നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണപ്രതിസന്ധിയോ അതോ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നാടകമോ? കയ്യാങ്കളിക്ക് പിന്നാലെ മേയർ വി രാജേഷ് നടത്തിയ പ്രതികരണം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചയാകുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണപ്രതിസന്ധി ഇല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മേയർ വി രാജേഷ്. ഭരണചക്രം കറങ്ങുന്നതുകൊണ്ടാണ് പാളയത്തെ ഗുണ്ടാപിരിവ് അവസാനിപ്പിച്ചത്. കോർപ്പറേഷൻ ഭൂമികളിലെ കഴിഞ്ഞ 45 വർഷത്തെ CPIM കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചതായും വി രാജേഷ് വ്യക്തമാക്കി. 5 വർഷത്തിൽ 10 അവിശ്വാസ പ്രമേയം കണ്ടുതന്നെയാണ് അധികാരം ഏറ്റെടുത്തത്. അവിശ്വാസ പ്രമേയം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാതെ അത് അവതരിപ്പിക്കട്ടെ എന്നും വി രാജേഷ് കൂട്ടിച്ചേർത്തു. ജനാധിപത്യപരമായി പ്രതിഷേധിച്ചാൽ മനസ്സിലാക്കാമെന്നും കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ കണ്ടത് അതല്ല, കോർപ്പറേഷനിൽ UDF LDF അതിക്രമമാണ് നടന്നത്. നിയമപരമായി തന്നെ ഈ ഒരു അതിക്രമത്തിനെതിരെ മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും വി രാജേഷ് അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലുണ്ടായ സംഘർഷത്തിനു പിന്നാലെ പ്രതിപക്ഷത്തിനെതിരെ മേയർ വി രാജേഷ് ആഞ്ഞടിച്ചിരിക്കുകയാണ്. കൗൺസിൽ യോഗത്തിനിടെ അറ്റൻഡൻസ് രജിസ്റ്റർ നശിപ്പിക്കാൻ ശ്രമം നടന്നുവെന്നും നഗരസഭയുടെ ഔദ്യോഗിക രേഖയായ രജിസ്റ്ററിന് കേടുപാടുകൾ വരുത്താൻ ശ്രമിച്ചത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് കൗൺസിലിൽ ആദ്യം പരിഗണിച്ചതെന്ന് മേയർ വ്യക്തമാക്കി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള നഗരസഭയുടെ നിലപാടും യഥാർത്ഥ വസ്തുതകളും വിശദീകരിച്ച ശേഷമാണ് യോഗം ആരംഭിച്ചത്. എന്നാൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവും ബഹളവും സൃഷ്ടിച്ചതോടെ കൗൺസിൽ നടപടികൾ തടസ്സപ്പെടുകയായിരുന്നു. കൗൺസിലിൽ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ഹാജർ രജിസ്റ്റർ നൽകുന്നത് പതിവ് നടപടിക്രമമാണെന്ന് മേയർ പറഞ്ഞു. എന്നാൽ രജിസ്റ്ററിന്റെ പേജുകൾ നശിപ്പിക്കാനും അതിൽ വെള്ളമൊഴിച്ച് കേടുവരുത്താനും ചിലർ ശ്രമിച്ചു. നഗരസഭയുടെ ഔദ്യോഗിക രേഖയായി രജിസ്റ്റർ നശിപ്പിക്കാനുള്ള ശ്രമം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹാജർ രജിസ്റ്റർ പിടിച്ചുവാങ്ങാൻ UDF കൗൺസിലർമാർ ശ്രമിക്കുകയും തടയാൻ ചെന്ന BJP കൗൺസിലർമാരെ ആക്രമിക്കുകയുമായിരുന്നു. മണ്ണന്തല കൗൺസിലർ ചെമ്പഴന്തി ഉദയന്റെ ഷർട്ട് ശബരിനാഥ് വലിച്ചുകീറി. അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി നടന്നത് ദൗർഭാഗ്യകരമാണെന്നും സംഭവത്തിൽ ഒന്നിലധികം പേർക്ക് പരിക്കേറ്റതായും അവർ ചികിത്സ തേടിയതായും മേയർ വി രാജേഷ് അറിയിച്ചു. വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മേയർക്ക് നേരിട്ട് ഇടപെടാനാകില്ലെന്നും അത്തരം വിഷയങ്ങളിൽ നിയമപരമായ മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം അറിയിച്ചു. അറ്റൻഡൻസ് രജിസ്റ്റർ കീറുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് ഒരു പരിഹാരമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 34 കൗൺസിലർമാർ ഒപ്പിട്ട പേപ്പർ തനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വന്നാൽ ചട്ടപ്രകാരം സ്പെഷ്യൽ കൗൺസിൽ ചേരാം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസിൽ പരാതി നൽകുന്ന കാര്യം തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കൗൺസിൽ യോഗത്തിൽ സംഘർഷമുണ്ടാക്കാൻ പ്രതിപക്ഷം ആസൂത്രിത ശ്രമമാണ് ഇന്നലെ നടത്തിയത്. ഇത് ശരിവെക്കുന്നതാണ് കൗൺസിൽ ജീവനക്കാരൻ യൂസഫിന്റെ വെളിപ്പെടുത്തൽ. കൗൺസിലർ ഷീബ പാട്രിക്കിന് അറ്റൻഡൻസ് രജിസ്റ്റർ കൈമാറിയതായും പിന്നീട് അത് തിരികെ വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ കൗൺസിലർ KS ശബരിനാഥ് രജിസ്റ്റർ കൈവശപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. രജിസ്റ്റർ തിരികെ ആവശ്യപ്പെട്ടപ്പോൾ മിണ്ടിപ്പോകരുതെന്ന് ശബരിനാഥ് ആക്രോശിച്ചതായും ജീവനക്കാരൻ പറഞ്ഞു. അതേസമയം UDF അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടെ അജണ്ടകൾ പാസാക്കി കൗൺസിൽ യോഗം പിരിഞ്ഞതിന് പിന്നാലെ ഉണ്ടായ പ്രതിഷേധമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. UDF കൗൺസിലർമാർ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്തിയതിനു പിന്നാലെയായിരുന്നു കയ്യാങ്കളി ഉണ്ടായത്. ബോധപൂർവം UDF കൗൺസിലർമാർ പ്രകോപനം സൃഷ്ടിച്ചു. ഉച്ചയ്ക്ക് 2:30 കൗൺസിൽ യോഗം ആരംഭിച്ചതിന് പിന്നാലെയാണ് സംഭവം. സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. UDF അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടെ BJP അജണ്ടകൾ പാസാക്കി കൗൺസിൽ യോഗം പിരിഞ്ഞതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് UDF മനഃപൂർവ്വം പ്രതിഷേധം ആരംഭിച്ചത്. ഇതിന് പിന്നാലെയാണ് കയ്യാങ്കളിയും പിന്നെ ഏറ്റുമുട്ടലും പരസ്പരമുള്ള ചീത്തവിളിയും അടക്കമുള്ള നാടകീയ സംഭവങ്ങൾക്ക് കൗൺസിൽ യോഗം സാക്ഷിയായത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നതെന്ന് മേയർ വി രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ജനപ്രതിനിധികൾ തമ്മിൽ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി പാടില്ല, അത് പരിശോധിക്കുക തന്നെ ചെയ്യുമെന്നും മേയർ അറിയിച്ചിരുന്നു. ഇന്നലെ പങ്കെടുത്ത കൗൺസിലർമാർക്ക് എല്ലാവർക്കും ഒപ്പിടാൻ സാധിച്ചിട്ടില്ല. ഒപ്പിട്ട് കൈമാറിയിരുന്നെങ്കിൽ എല്ലാവർക്കും ഒപ്പിടാമായിരുന്നു. ഒപ്പിടാൻ രജിസ്റ്റർ കൊടുക്കുമ്പോൾ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ ചില പേജുകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നു, വെള്ളമൊഴിച്ചു. നാളെ എന്തെങ്കിലും ഉണ്ടായാൽ കോടതിക്ക് മുൻപിൽ കൊടുക്കേണ്ട രേഖയാണത്. അറ്റൻഡൻസ് രജിസ്റ്റർ ഡാമേജ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും വി രാജേഷ് അറിയിച്ചിരുന്നു. ചെമ്പഴന്തി ഉദയൻ അറ്റൻഡൻസ് രജിസ്റ്റർ നശിപ്പിക്കുന്നത് തടയുകയാണ് ചെയ്തതെന്നും വി രാജേഷ് ഇന്നലെ കൂട്ടിച്ചേർത്തു. ഇന്നലത്തെ കൗൺസിൽ യോഗം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അജണ്ട അറിയിച്ചിരുന്നു. PMAYയിൽ തദ്ദേശ മന്ത്രിയുടെ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് കൗൺസിൽ യോഗം ആരംഭിച്ചത്. അതിനുശേഷം നിരവധി അജണ്ടകൾ ഉണ്ടായിരുന്നു. നഗരസഭാ ജീവനക്കാരുടെ ലോൺ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്നലെ അവതരിപ്പിച്ചു.
ആ സമയത്തൊക്കെ പ്രതിപക്ഷ കൗൺസിലർമാർ മുദ്രാവാക്യം മുഴക്കുകയാണ് ചെയ്തത്. അജണ്ടകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക കൗൺസിൽ യോഗം വിളിക്കാൻ തയ്യാറാണ്. 34 കൗൺസിലർമാരുടെ പേപ്പർ തരട്ടെ, അതല്ലേ നിയമം. 20 പേർ ഒപ്പിട്ട നോട്ടീസിൽ കൗൺസിൽ യോഗം വിളിച്ചാൽ ഞാൻ ചെയ്യുന്നത് തെറ്റായ കാര്യമാകില്ലേ എന്നും മേയർ വി രാജേഷ് ഇന്നലെ ചോദിച്ചു. പ്രതിയായ വ്യക്തിക്കെതിരെ നടപടിയെടുക്കാൻ മേയർക്ക് നിയമപരമായ അധികാരമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മുനിസിപ്പൽ ആക്ട് പ്രകാരമോ ജനപ്രാതിനിധ്യ നിയമം വഴിയോ മാത്രമേ മേയർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. തന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ലെന്നും മേയർ വി രാജേഷ് പറഞ്ഞു. യോഗത്തിൽ ഒപ്പിടാനായി നൽകിയ അറ്റൻഡൻസ് രജിസ്റ്റർ ചില കൗൺസിലർമാർ തട്ടിയെടുത്ത് പ്രദർശിപ്പിച്ചതാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആണെന്നും അതിൽ മറച്ചുവെക്കാൻ ഒന്നുമില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ബഹളത്തിനിടയിൽ ബുക്കിന് മുകളിലേക്ക് വെള്ളം ഒഴിക്കുകയും 2 പേജുകൾ കീറിക്കളയുകയും ചെയ്തു. കൗൺസിലർ സുഗതൻ തുടർച്ചയായി യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ലെന്ന ആരോപണം തെറ്റാണെന്ന് വി രാജേഷ് ചൂണ്ടിക്കാട്ടി. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ കൗൺസിൽ യോഗങ്ങളിൽ ആർ സുഗതൻ പങ്കെടുത്തതിന് സ്മാർട്ട് രേഖകളും വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും തെളിവായി ഉണ്ടെന്നും വി രാജേഷ് വ്യക്തമാക്കി. 2 തവണ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെന്ന വാദം വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിയമപരമായ പരാതികൾ ഉണ്ടെങ്കിൽ കോടതിയെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ ആണ് സമീപിക്കേണ്ടതെന്നും അല്ലാതെ ഔദ്യോഗിക രേഖകൾ നശിപ്പിക്കുകയല്ല വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നഗരസഭയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുന്ന കാര്യത്തിൽ ലഭ്യമായ ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും പരിശോധിച്ച ശേഷമേ മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ എന്നും വി രാജേഷ് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതേസമയം BJP ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള UDFന്റെ നീക്കം അമ്പേ പാളിപ്പോയി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങേറിയത് നാടകീയ രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്. അവിശ്വാസത്തെ പിന്തുണയ്ക്കില്ലെന്ന് LDF കളം മാറ്റി വ്യക്തമാക്കിയതോടെ മറ്റു വഴികളില്ലാതെയാണ് UDF ഈ നീക്കത്തിൽ നിന്ന് പിന്തിരിഞ്ഞത്. UDF കൗൺസിൽ ലീഡർ KS ശബരിനാഥന്റെ നേതൃത്വത്തിലായിരുന്നു അവിശ്വാസ പ്രമേയത്തിനുള്ള അണിയറ നീക്കങ്ങൾ സജീവമാക്കിയെന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, 100 അംഗ കൗൺസിൽ കേവലം 20 അംഗങ്ങൾ മാത്രമുള്ള UDFന് പ്രമേയം പാസാക്കിയെടുക്കാൻ LDFന്റെ പിന്തുണ അനിവാര്യമായിരുന്നു. സംയുക്ത നീക്കത്തിലൂടെ BJPയെ പ്രതിരോധത്തിലാക്കാമെന്ന് UDF കണക്കുകൂട്ടിയെങ്കിലും ഏത് ഇന്ത്യ സഖ്യത്തിലൂടെ തന്ത്രപരമായ നിലപാടിലൂടെ CPM നയിക്കുന്ന LDF ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞ ഭരണം പോയതോടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും പേ പിടിച്ച തെരുവ് പട്ടികളെ പോലായി. അതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ ഇന്നലെ കാണിച്ചു കൂട്ടിയത്. സത്യപ്രതിജ്ഞയിൽ ദൈവത്തിന്റെ പേര് പറഞ്ഞത് തെറ്റാണെന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് അപ്പീലിനൊന്നും പോകാതെ BJP വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. അതും പേര് പറയാതെ ദൈവനാമത്തിൽ തന്നെ. പക്ഷേ BJPക്ക് തിരിച്ചടി എന്ന് അച്ചുനിരത്തി സന്തോഷിച്ച മാപ്രകൾക്കും കമ്മികൾക്കും ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായില്ല. ഇതിലൂടെ BJPയെ കോർപ്പറേഷനിൽ നിന്നും താഴെ ഇറക്കാമെന്ന് സ്വപ്നം കണ്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് സഹിക്കുവോ? അവർ സ്ഥിരം അടവ് തന്നെ പുറത്തെടുത്തു. ആക്രമണവും ഗുണ്ടായുസും കൂടെ UDFന്റെ പിന്തുണയും. 45 വർഷം കുത്തകയായി കൊണ്ടു നടന്ന കോർപ്പറേഷനാണ് BJP തൂക്കിയതെന്ന ഫ്രസ്ട്രേഷൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ എങ്ങനെ തീർക്കാനാണല്ലേ? അതുമാത്രമല്ല, ഈ നിലയ്ക്ക് പോയാൽ CPMന്റെയും കോൺഗ്രസിന്റെയും പല അഴിമതിയും BJP പുറത്തു കൊണ്ടുവരും എന്നും അടുത്ത തവണയും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP തന്നെ ഭരിക്കുമെന്നും ഇക്കൂട്ടർക്ക് നല്ലതുപോലെ അറിയാം. അതാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കൂടുതൽ വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.